രഞ്ജിത്ത്, ഈ അമേരിക്ക എല്ലാ കാലത്തും ഇസ്രയേലുമായി അത്തരത്തിലേക്കുള്ള നയതന്ത്ര ബന്ധവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ പോലുമുള്ള ബന്ധമുള്ള രാജ്യം തന്നെയാണ്. അമേരിക്കയുടെ പിന്തുണ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ അമേരിക്ക അടക്കം നേരത്തെ പറഞ്ഞിരുന്നത് ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം പലതവണ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മുന്നിൽ അഭ്യർത്ഥന വെച്ചിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഗസയുമായി കഴിഞ്ഞ ഹമാസുമായിട്ടുള്ള യുദ്ധം ഏകദേശം വിജയിച്ചു എന്ന് തന്നെ മട്ടിൽ തന്നെ പറയാം. പ്രതിരോധത്തിന് വല്ലാതെ ഗസയിൽ നിന്നുള്ള ഹമാസിന്റെ പ്രതിരോധം വല്ലാത്ത തരത്തിൽ ദുർബലമായി തീരുകയും നിരവധി 40,000-ലേറെ ആളുകൾ കൊല്ലപ്പെടുകയും പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ അപ്പാടെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം വന്നത്. അവിടെ ഹമാസിനെ നേരിടുന്നത് പോലെ അത്ര എളുപ്പത്തിലുള്ള ഒരു സംവിധാനമല്ല ഹിസ്ബുള്ള എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനുള്ളിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം പോലെ തന്നെ അവർക്ക് പ്രത്യേകമായ സൈനിക സംവിധാനവും ആയുധ ശേഖരവും ഒക്കെയുള്ള വിശാലമായ ഒരു സംവിധാനമാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സൈന്യം നിൽക്കുന്നത് ആ തരത്തിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അത്തരമൊരു സംഘടനയെ നേരിടുമ്പോൾ അത്ര എളുപ്പത്തിൽ നേരിടാൻ കഴിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഇത്തരം സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിലവിൽ ഇറാന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ കാര്യമായ പിന്തുണയില്ലാതിരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത്. ഒരേ സമയം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ശത്രുക്കളെ ഹമാസിനെ ആയാലും ഹിസ്ബുള്ളയായാലും ഹൗദികളെയായാലും മൂന്നുപേരെയും ഒരേ സമയം നേരിടുക, മൂന്നുപേരെയും പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇസ്രായേൽ തനിക്ക് തൻ്റെ പ്രധാനമന്ത്രി പദത്തിന് ഏൽക്കുന്ന വെല്ലുവിളിയെ മറികടക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ യുദ്ധങ്ങൾക്ക് പിന്നിലുണ്ട് എന്നതുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലെബനന്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിൽ 5 തവണ ഇസ്രയേൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് AFP തന്നെ, ആ വാർത്താ ഏജൻസി തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനന്റെ ഡിഫൻസ് ഫോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് AFP വാർത്ത സ്ഥിരീകരിക്കുന്നത്. പലതവണ അവിടുന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ, ബെയ്റൂട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആവർത്തിച്ച് ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത ഒരു ആക്രമണത്തിലേക്ക്, എങ്ങനെയാണോ ഗസയിൽ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇസ്രയേൽ നടത്തിയത് ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ പലതുകൂടി നൽകുക, അതിനുശേഷം ആ നഗരത്തെ അപ്പാടെ തകർക്കുന്ന രീതിയിലേക്ക് ഷെല്ലാക്രമണവും ബോംബിംഗ് ആക്രമണം, മിസൈൽ ആക്രമണവും എല്ലാം ഒരേ ഘട്ടത്തിൽ തന്നെ നടത്തുക, അത്തരമൊരു രീതിയിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. ആ തരത്തിലേക്ക് ഇസ്രയേലും തിരിച്ചടിക്കാൻ തന്നെയാണ് സാധ്യതയെങ്കിൽ മറ്റ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ നേതൃത്വത്തിൽ അത്തരത്തിലേക്കൊരു പ്രത്യാക്രമണം അവിടെ നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കടുത്ത അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പശ്ചിമേഷ്യ ഇത്രത്തോളം അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയും പൂർണ്ണമായും ഒരു യുദ്ധത്തിലേക്കാണ് അത് നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അത് പശ്ചിമേഷ്യയുടെ ആകെ സമാധാനത്തെയും ലോക ട്രേഡിനെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത്തരം വിഷയത്തിന് അനുകൂലമായൊരു നിലപാടിലേക്ക് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അടക്കം പോകാനുള്ള സാധ്യതയും ഒരു പരിധിക്കപ്പുറം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അത്ര എളുപ്പത്തിൽ ഹിസ്ബുള്ളയെ അങ്ങനെ എളുപ്പത്തിൽ ഹമാസിനെ നിലംപരിശാക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഹിസ്ബുള്ളയെ നിലംപരിശാക്കാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ് ലോകത്താകമാനമുള്ള യുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച നിരീക്ഷകരൊക്കെ പറയുന്നത്. ആ തരത്തിലേക്കുള്ള ആയുധ സംവിധാനങ്ങളും അത്യാധുനിക ആയുധങ്ങളുടെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഏത് യുദ്ധത്തിനും വിജയിക്കാൻ ഏറ്റവും പ്രധാനം ഗ്രൗണ്ടിൽ എത്ര പട്ടാളക്കാരുണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എത്ര പേർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ആയുധ ശേഷി പോലെ തന്നെ പ്രധാനമാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വൻ ശേഷിയുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ആ തരത്തിലേക്കുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരം ഒരു രാജ്യത്തിനുള്ളിൽ ഇറാനുള്ളിൽ നിന്ന് അത്തരം ഒരു പിന്തുണ ഹിസ്ബുള്ളയ്ക്കും ഇറാൻ ഭരണകൂടത്തിന് ലഭിക്കരുത് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് ഇറാൻ ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബിൽ വഴി ഒരു വീഡിയോ സന്ദേശം അയച്ചിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം അഭിസംബോധന ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും കുലീനരായ മനുഷ്യരെ എന്നാണ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തത്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഭരണകൂടം നിരന്തരം ഇത്തരം ഭീകരർക്കെതിരെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം, നിങ്ങളുടെ ആശുപത്രി, നിങ്ങൾക്ക് ചികിത്സയ്ക്കുള്ള പണം, ഇതെല്ലാം അനാവശ്യ സംഘടനകൾക്ക് വേണ്ടി, അനാവശ്യ യുദ്ധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ പണം എടുത്ത് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. അതിന് ഒരു സമാധാനം ഉണ്ടാവും, നിങ്ങളെ മോചിപ്പിക്കും ഞങ്ങൾ. പേർഷ്യക്കാരും യഹൂദന്മാരും ഇനി സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു കാലം വരും എന്നുള്ള ഇറാനിലെ ജനതയെ പൂർണ്ണമായും ഇറാൻ സർക്കാരിന് എതിരായ ഒരു നീക്കത്തിലേക്ക് തന്നെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു
യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്, ഒരു നയതന്ത്ര നീക്കം കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നടത്തിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളത് ഏത് നിമിഷവും അത്തരം ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് കൃത്യമായി തന്നെ നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രായേലും തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇനിയിപ്പോൾ ഈ യുദ്ധത്തിന്റെ ഈ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക്